ഏവർക്കും നമസ്കാരം. അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. മുൻകാല ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് 2024 നടന്ന കൊല്ലം, പാലക്കാട്, വയനാട്, കാസർഗോഡ് ജില്ലകളുടെ LGS എക്സാമിന്റെ ചോദ്യപേപ്പറാണ്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, നീരജ് ചോപ്ര 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ജാവലിൻ. രണ്ടാമത്തെ ചോദ്യം, കേരളത്തിന്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, നിതിൻ മധുകർ ജംദാർ. മൂന്നാമത്തെ ചോദ്യം, എവിടെയാണ് ആനി ബെസന്റ് ഹോം റൂൾ മൂവ്മെന്റ് തുടങ്ങിയത്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, മദ്രാസ്. നാലാമത്തെ ചോദ്യം, 1913 തുടങ്ങിയ ഖദർ മൂവ്മെന്റിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ലാല ഹർദയാൽ. താഴെ പറയുന്നവയിൽ ബാലഗംഗാധർ തിലകിന്റെ ജേർണൽ ഏതാണ്? അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, മറാത്ത. അടുത്ത ചോദ്യം, 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? ഓപ്ഷൻ എ ഡോക്ടർ BR അംബേദ്കർ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ലോർഡ് ലിൻലിത്ഗോ. എട്ടാമത്തെ ചോദ്യം, PSC മെമ്പറെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, രാഷ്ട്രപതി. ഒൻപതാമത്തെ ചോദ്യം, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടം എടുത്തിട്ടുള്ളത്? ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ. രാജ്യസഭ വൈസ് ചെയർമാൻ ആവേണ്ട പ്രായം എത്രയാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 30 വയസ്സ്. 11ാമത്തെ ചോദ്യം, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആൾ ആരാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 12ാമത്തെ ചോദ്യം, മത സ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ആർട്ടിക്കിൾ 25. 13ാമത്തെ ചോദ്യം, രണ്ടാം ബെർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിന്റെ പ്രദേശം ഏതാണ്? ഓപ്ഷൻ ബി പയ്യന്നൂർ. 14ാമത്തെ ചോദ്യം, 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ഓപ്ഷൻ ഡി ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ. 15ാമത്തെ ചോദ്യം, ആരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് 1932 ഒക്ടോബർ 2 കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഗാന്ധിജി. രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെട്ട 1900 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ലോർഡ് കഴ്സൺ. 17ാമത്തെ ചോദ്യം, മൂലധനം മുഖവുര എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഈ ചോദ്യം പിന്നീട് PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. 18ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഈ ചോദ്യം PSC ക്യാൻസൽ ചെയ്ത ചോദ്യം തന്നെയാണ്. 19ാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126 ആണ്. എത്ര രാജ്യങ്ങളാണ് ഈ വിഷയത്തിൽ പഠനവിധേയമാക്കിയത്? ഈ ചോദ്യവും PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. 20ാമത്തെ ചോദ്യം, നീതി ആയോഗിന്റെ 2023-24 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം 1ാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഉത്തരാഖണ്ഡ്. 21ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ മുഹമ്മദ് യൂനിസിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഈ ചോദ്യവും PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. 22ാമത്തെ ചോദ്യം, സെബിയുടെ പൂർണ്ണ രൂപം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. 23ാമത്തെ ചോദ്യം, പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 40. അഗ്നി, സൂര്യ, ഇന്ത്യൻ പ്രതിരോധത്തിന്റെ ഭാഗമായ ഈ പേരുകൾ താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, മിസൈലുകളാണ്. 25ാമത്തെ ചോദ്യം, ഉപദ്വീപീയ പീഠഭൂമിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതാണ്?
ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇവയൊന്നുമല്ല. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത ജോഡി തിരഞ്ഞെടുക്കുക. ഇവിടെ ശരിയല്ലാത്ത ജോഡി ഓപ്ഷൻ എ ആണ്, അതായത് ആന്ധ്രാപ്രദേശ്, ഹൈദരാബാദ്. 27ാമത്തെ ചോദ്യം, ഇന്ത്യയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7 ആണ്. 2. ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിലുള്ളത്. 3. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. ഇവിടെ ശരിയായ പ്രസ്താവനകൾ ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 1 ശരിയാണ്, അതോടൊപ്പം തന്നെ 3ാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 28ാമത്തെ ചോദ്യം, ഉത്തരപർവ്വത മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? 28ാമത്തെ ചോദ്യത്തിന് ആൻസർ ഓപ്ഷൻ സി ആണ്, അതായത് 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റെന്ന് പറയുന്നത്. എവറസ്റ്റ് പോലുള്ള വമ്പൻ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സിവാലിക്കിലാണ്. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 29ാമത്തെ ചോദ്യം, പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഹരിയാന. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? 30ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 4ാമത്തെ പ്രസ്താവനയാണ് തെറ്റ് എന്ന് പറയുന്നത്. അതായത് നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നാണ് വാർഡ് പഞ്ചായത്ത്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 31ാമത്തെ ചോദ്യം, കേരളത്തിന്റെ സമുദ്രതീരം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അതായത് തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. 32ാമത്തെ ചോദ്യം, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങളെയും സംബന്ധിച്ച വിവരങ്ങളാണ് ചുവടെ. ഇവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏതെല്ലാം? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്, 2ഉം 3ഉം. അതായത് പാമ്പാടും ചോല ഇടുക്കി, അതോടൊപ്പം തന്നെ ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ. 33ാമത്തെ ചോദ്യം, കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. 33ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം സ്റ്റേറ്റ്മെന്റുകളാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് ഏതാണ്? ശരിയല്ലാത്തത് ഓപ്ഷൻ സി ആണ്. അതായത് 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയല്ലാത്തത്. തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ പദ്ധതിയാണ് നീണ്ടകര. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 35ാമത്തെ ചോദ്യം, കേരളത്തിലെ ജലാശയങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അതായത് എല്ലാ സ്റ്റേറ്റ്മെന്റുകളും എന്താണ്? ശരിയാണ്. 1. അഷ്ടമുടി കായൽ കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു. ശരിയാണ്. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. അതും ശരിയാണ്. വേമ്പനാട്ട് കായൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളായി വ്യാപിച്ചു വരുന്നു. ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരിയായവ ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട് ഒഴുകുന്നു എന്നതാണ് ശരിയായിട്ടുള്ളത്. 37ാമത്തെ ചോദ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാമാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള. 1ഉം 2ഉം 3ഉമാണ്. അതായത് മലനാട്, ഇടനാട്, അതോടൊപ്പം തന്നെ തീരപ്രദേശം. 38ാമത്തെ ചോദ്യം, തിരുവല്ല പപ്പൻ എന്നറിയപ്പെട്ടിരുന്ന തോമസ് വർഗീസ് ഏത് ഒളിമ്പിക് കായിക ഇനത്തിലാണ് മത്സരിച്ചത്? ഈ ചോദ്യം പിന്നീട് PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. 39ാമത്തെ ചോദ്യം, കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാമാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1ഉം 2ഉം സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണ്. അതായത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് മഴ ലഭിക്കുന്നത്. ഇടവപ്പാതി എന്നറിയപ്പെടുന്നു. 40ാമത്തെ ചോദ്യം, നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഇടുക്കി. വരയാടിനെ സംരക്ഷിക്കാൻ പ്രൊജക്ട് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, തമിഴ്നാട്. 42ാമത്തെ ചോദ്യം, കേരളത്തിലെ സ്കൂൾ ബസ്സുകൾക്ക് ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏതാണ്? ഓപ്ഷൻ സി ആണ് വിദ്യാവാഹൻ. 43ാമത്തെ ചോദ്യം, എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ്? ഓപ്ഷൻ എ വയനാട്. തിരൂർ കൊച്ചി സംയോജനം നടന്നത് എപ്പോഴാണ്?
ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1949 ജൂലൈ മാസം 1-ാം തീയതി. 45-ാമത്തെ ചോദ്യം, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ കേരളീയ കലാരൂപം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. മുടിയേറ്റ്. 46-ാമത്തെ ചോദ്യം, നിബന്ധമാല എന്ന കൃതി രചിച്ചത് ആരാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. 47-ാമത്തെ ചോദ്യം, അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. സി ബാലകൃഷ്ണൻ. 48-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ISROയുടെ പുതിയ വാണിജ്യ വിഭാഗം ഏതാണ്? 48-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ന്യൂ ഇന്ത്യ സ്പേസ് ലിമിറ്റഡ്. 49-ാമത്തെ ചോദ്യം, 2023 IPL ചരിത്രത്തിലെ ആദ്യ ഇമ്പാക്ട് പ്ലെയർ ആയത് ആരാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. തുഷാർ ദേശ്പാണ്ഡെ. 50-ാമത്തെ ചോദ്യം, ജ്ഞാനപ്പാന പുരസ്കാരം 2023 നേടിയത് ആരാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ബി മധുസൂദനൻ നായർ. 51-ാമത്തെ ചോദ്യം, ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 2023 ജൂലൈ മാസം 14-ാം തീയതി. അടുത്ത ചോദ്യം, മലപ്പുറം താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ആരാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. VK മോഹൻ കമ്മീഷൻ. താഴെ പറയുന്നവയിൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വിറ്റാമിൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. വിറ്റാമിൻ ഡി. വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും ഭൗമ സവിശേഷതകളെയും സംരക്ഷിക്കുന്നതിനായി പ്രഖ്യാപിക്കപ്പെട്ട വനമേഖല ഏതാണ്? ഓപ്ഷൻ എ നാഷണൽ പാർക്കുകൾ. താഴെ പറയുന്നവയിൽ ഏത് കാർഷിക വിളയിൽ പെടുന്നതാണ് വെള്ളായണി ഹസ്വ? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കിഴങ്ങുവർഗം. വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഡയേറിയ. 57-ാമത്തെ ചോദ്യം, മനുഷ്യ രക്തപരിചരണ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. 57-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് പ്രസ്താവന 4 ശരിയാണ്. 58-ാമത്തെ ചോദ്യം, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ വികസിപ്പിച്ചെടുത്ത ബാക്ടീരിയ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇ കോളി ബാക്ടീരിയ. 59-ാമത്തെ ചോദ്യം, കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിന്റെ കമ്പനി ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ന്യൂറോലിങ്ക് കോർപ്പറേഷൻ. ആറ്റത്തിലെ ഏത് കണത്തിന്റെ സാന്നിധ്യമാണ് JJ തോംസൺ കണ്ടെത്തിയത്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇലക്ട്രോൺ. തന്നിരിക്കുന്നവയിൽ ക്രിസ്റ്റൽ ആകൃതി ഇല്ലാത്ത കാർബണിന്റെ രൂപാന്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കൽക്കരി. ഒരു ലോഹധാതുവിനെ അയിരായി പരിഗണിക്കുന്നതിന് അതിനുണ്ടായിരിക്കേണ്ട സവിശേഷതയെക്കുറിച്ച് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? 62-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് 2-ാമത്തെ സ്റ്റേറ്റ്മെന്റും 3-ാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. 63-ാമത്തെ ചോദ്യം, ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. യാന്ത്രികോർജം വൈദ്യുതോർജമാവും. 64-ാമത്തെ ചോദ്യം, ശ്രവണബോധം ഉളവാക്കാൻ കഴിയുന്ന ഊർജ രൂപമാണ് ശബ്ദം. ശബ്ദത്തെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. 1-ാമത്തെ സ്റ്റേറ്റ്മെന്റും 2-ാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അതായത് വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാവുന്നത്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. കേരള ഗവൺമെന്റിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. സാരഥി. 66-ാമത്തെ ചോദ്യം, ഏത് മേഖലയിലുള്ളവർക്കാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകുന്നത്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ശാസ്ത്രജ്ഞർ. 67-ാമത്തെ ചോദ്യം, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹ്യ പരിരക്ഷ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. വയോമിത്രം.
താഴെ പറയുന്നവയിൽ വൈറസ് മൂലമുണ്ടാവുന്ന രോഗബാധ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ചിക്കൻ പോക്സ്. 69ാമത്തെ ചോദ്യം, ജീവകം B12 അപര്യാപ്തത മൂലമുണ്ടാവുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, പെർനീഷ്യസ് അനീമിയ. പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ. 70ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞത് എല്ലാം ഉണ്ട്. അതായത് വേദന കുറയ്ക്കുക, ജീവൻ രക്ഷിക്കുക, ഗുരുതരാവസ്ഥ ഒഴിവാക്കുക. 71ാമത്തെ ചോദ്യം, ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവാനുള്ള പ്രധാന കാരണം താഴെ പറയുന്നവയിൽ എന്താണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, അനാരോഗ്യമായ ഭക്ഷണശീലം. 72ാമത്തെ ചോദ്യം, മാംസത്തിന്റെ കുറവ് മൂലമുണ്ടാവുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, കാഷ്യോർക്കം. അടുത്ത ചോദ്യം, COVID-19 കാരണമായ രോഗാണുക്കൾ ഏത് വർഗത്തിൽ പെടുന്നതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, വൈറസ്. 74ാമത്തെ ചോദ്യം, മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമായ കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി താലോലം. വില്ലൻ ചുമയ്ക്ക് കാരണമാവുന്ന രോഗകാരി ഏതാണ്? ഓപ്ഷൻ എ ബോർഡറ്റെല്ല പെർട്ടൂസിസ്. ചിക്കൻ പോക്സിന്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, വെരിസെല്ല വാക്സിൻ. ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഓപ്പറേഷൻ അമൃതം. 2023 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കിയ ജീവിതശൈലി രോഗം ഏതാണ്? ഓപ്ഷൻ എ ഹൃദ്രോഗം. 79ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-24 ശ്രവണ വൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെയായ കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭം ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ശ്രുതി തരംഗം. 80ാമത്തെ ചോദ്യം, കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 1056. ഇനിയും മാത്സിലെ ചോദ്യങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചെയ്തു തന്നെ പഠിക്കണം. ഒരാൾ തന്റെ സമ്പാദ്യത്തിന്റെ 2/7 ഭാഗം ഒന്നാമത്തെ മകനും 2/5 ഭാഗം രണ്ടാമത്തെ മകനും ബാക്കിയുള്ളത് മൂന്നാമത്തെ മകനും നൽകി. എങ്കിൽ മൂന്നാമത്തെ മകന് ആകെ സമ്പാദ്യത്തിന്റെ എത്ര ഭാഗമാണ് ലഭിച്ചത്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 11/35. 82ാമത്തെ ചോദ്യം, 1 മീറ്റർ നീളമുള്ള റിബണിൽ നിന്നും 0.63 മീറ്റർ നീളമുള്ള റിബൺ മുറിച്ചു മാറ്റിയാൽ ബാക്കിയുള്ള റിബണിന്റെ അളവ് എത്രയാണ്? 82ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 0.37 മീറ്റർ. 83ാമത്തെ ചോദ്യം, ഒളിമ്പിക്സിൽ 100 മീറ്റർ ഓട്ട മത്സരം 10 സെക്കൻഡിൽ ഓടി പൂർത്തിയാക്കി ആൾ ശരാശരി എത്ര വേഗതയിലാണ് ഓടിയത്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 10 മീറ്റർ പെർ സെക്കൻഡ്. ഏത് സംഖ്യയോട് 0.111 കൂട്ടിയാൽ 1.011 കിട്ടും? ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 0.9. 85ാമത്തെ ചോദ്യം, 580 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 609 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 5%. 86ാമത്തെ ചോദ്യം, 4, 5, 6 എന്നീ 3 സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏതാണ്? 86ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 60. 87ാമത്തെ ചോദ്യം, 1/2 അധികം 1/3 ന്യൂനം 1/4 എത്രയാണ്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 7/12. 88ാമത്തെ ചോദ്യം, √16 അധികം 4 സ്ക്വയർ കെ ആണെങ്കിൽ കെയുടെ വില എത്രയാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 20. 89ാമത്തെ ചോദ്യം, 12 കളികൾ കഴിഞ്ഞപ്പോൾ ഒരു ക്രിക്കറ്റ് കളിക്കാരന്റെ ശരാശരി റൺസ് 49 ആണ്. 13ാമത്തെ കളിയിൽ എത്ര റൺസ് എടുത്താലാണ് അയാളുടെ ശരാശരി 50 റൺസ് ആവുന്നത്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 62 റൺസ്. 90ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ചെയ്തു നോക്കുക തന്നെ ചെയ്യണം. 91, താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്ത സംഗീത ഉപകരണം ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഓടക്കുഴൽ.
ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് 200 മീറ്റർ തെക്കോട്ട് നടക്കുന്നു, തുടർന്ന് 160 മീറ്റർ വലത്തോട്ട് നടക്കുന്നു, തുടർന്ന് 200 മീറ്റർ വലത്തോട്ട് നടക്കുന്നു, അതിനുശേഷം 50 മീറ്റർ ഇടത്തോട്ട് നടന്നു നിൽക്കുന്നു. ഇപ്പോൾ അയാൾ യാത്ര തുടങ്ങിയിടത്തു നിന്ന് എത്ര അകലെയാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 210 മീറ്റർ. അടുത്ത ചോദ്യം, 12 അധികം 10 × 5 × 0 എത്രയാണ്? ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 12. അടുത്ത ചോദ്യം, ഒരു പ്രത്യേക കോഡിൽ DELHI എന്നതിനെ ക്രമീകരിച്ചപ്പോൾ HIDEL എന്ന് കിട്ടി എങ്കിൽ ITALY എന്നതിനെ ഈ കോഡ് ഉപയോഗിച്ച് ഏത് രീതിയിലാണ് ക്രമീകരിക്കുക? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇപ്പോൾ രേവതിയുടെയും അമ്മയുടെയും വയസ്സുകളുടെ തുക 36 ആണ്. 2 വർഷം കഴിയുമ്പോൾ അമ്മയുടെ വയസ്സ് രേവതിയുടെ വയസ്സിന് 4 മടങ്ങാവും എങ്കിൽ ഇപ്പോൾ രേവതിക്ക് എത്ര വയസ്സാണ് ഉള്ളത്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 6 വയസ്സ്. 96ാമത്തെ ചോദ്യം. 96ാമത്തെ ചോദ്യം ചെയ്തു നോക്കുന്ന സമയത്ത് ഓപ്ഷൻ ഡി ആണ് നമുക്ക് കിട്ടുക, 0.73. 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ 40 കുട്ടികൾ ഗണിതത്തിന് വിജയിച്ചു, 25 കുട്ടികൾ ഇംഗ്ലീഷിന് വിജയിച്ചു, 18 കുട്ടികൾ ഗണിതത്തിനും ഇംഗ്ലീഷിനും വിജയിച്ചു എങ്കിൽ ഈ 2 വിഷയങ്ങൾക്കും തോറ്റത് എത്ര പേരാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 3 പേര്. 98ാമത്തെ ചോദ്യം, PQRS എന്നീ 4 ആളുകൾ നിരന്നു നിൽക്കുന്നു. പി എന്നയാൾ ക്യൂവിന്റെ വലത്തുവശത്തും ആറിന്റെ ഇടത്തുവശത്തായും നിൽക്കുന്നു. എസ് എന്നയാൾ പിയുടെ ഇടത്തുവശത്തായും ക്യൂവിന്റെ വലത്തുവശത്തായും നിൽക്കുന്നു എങ്കിൽ ഏറ്റവും ഇടത്തെ അറ്റത്ത് നിൽക്കുന്നത് ആരാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ക്യൂ ആണ്. 99ാമത്തെ ചോദ്യം, 103, 104, 107, 112, 119, 128 ഈ ശ്രേണിയിലെ അടുത്ത പദം എത്രയാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 139. 100ാമത്തെ ചോദ്യം, 16, 36, 64, 114, 144 ഈ കൂട്ടത്തിൽ പെടാത്ത സംഖ്യ ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 114. ഇതോടുകൂടി 100 ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുന്നു. മറ്റൊരു ചോദ്യ പേപ്പറുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഏവർക്കും നന്ദി.